നമസ്കാരം. പ്രവാസികളുടെ യാത്രാ ദുരിതം പറഞ്ഞാലും തീരുന്ന വിഷയമല്ല. വിമാനക്കൊള്ള പരിഹരിക്കപ്പെടുന്ന പ്രശ്നവുമല്ല. അതുകൊണ്ടാണ് കേരള ടു ഗൾഫ് യാത്രാ കപ്പൽ എന്ന ആശയത്തെ ഉറ്റുനോക്കുന്നത് പ്രവാസ ലോകം. പദ്ധതി മോഹന വാഗ്ദാനങ്ങളിലും പ്രഖ്യാപനങ്ങളിലും കടലാസുകളിലും മാത്രം ഒതുങ്ങിത്തീരുമോ എന്നത് ഒരു ചോദ്യം. എത്രത്തോളം പ്രായോഗികമാണ് ബേപ്പൂരും കൊല്ലവും അഴീക്കലും നിന്നുള്ള ഗൾഫ് യാത്രകൾ എന്നത് അടുത്ത ചോദ്യം. പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുകയാണ്. പ്രഖ്യാപനത്തിന് മുൻപ് കപ്പൽ സർവീസ് തുടങ്ങണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുമ്പോൾ കപ്പൽ സർവീസിന് ടെൻഡർ ക്ഷണിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള ടു ഗൾഫ് കപ്പലോടുമോ? വിമാന കമ്പനികളുടെ കുത്തക അവസാനിപ്പിക്കുമോ? പദ്ധതി വെറും കടലാസിൽ ഒതുങ്ങിത്തീരുമോ? പരിശോധിക്കുന്നു ഗൾഫ് 18. സ്വാഗതം. പാനലിസ്റ്റുകളായി ചേരുന്നു മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹി ശ്രീ കെ എം ബഷീർ, ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ് വിദഗ്ധൻ ശ്രീ എസ് മഹാദേവൻ, ഒപ്പം KMCCയുടെ ഭാരവാഹി ഖാദർകുട്ടി നടുവണ്ണൂർ എന്നിവർ. ആദ്യം ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഈ ഒരു പദ്ധതി കേരളത്തിൽ നിന്ന് തിരിച്ചും ഗൾഫിലേക്കുള്ള ഒരു യാത്രാ കപ്പൽ എന്ന് പ്രവാസികൾ ഉറ്റുനോക്കുന്ന പദ്ധതി നടപ്പിലാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ പൊതു തെരഞ്ഞെടുപ്പും അത്തരം കാര്യങ്ങളും മാറ്റിവെച്ച് കാലങ്ങളായുള്ള ഗൾഫ് മലയാളികളുടെ ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്ന പദ്ധതിയാണ് ഗൾഫിൽ നിന്ന് ഗൾഫ് സെക്ടറിലേക്ക് കപ്പൽ സർവീസ് എന്നുള്ളത്. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ചില ഗിമ്മിക്കുകളും അതുപോലെ തന്നെ വോട്ട് തട്ടാനുള്ള ആയുധങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ കടന്നു വരാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രാ പ്രശ്നങ്ങൾ എന്നും വലിയ ഒരു മരീചികയായി, അതിനുള്ള പ്രശ്ന പരിഹാരം എന്നത് ഒരു മരീചികയായി നിലനിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകൾ, നമ്മൾ ഈ പുറമെ കാണുന്ന ഈ ഓളപ്പരപ്പിൽ കാണുന്ന വർണ്ണപ്പൊലിമയുള്ള ഗൾഫല്ല, അത്തറിന്റെ മണമുള്ള ഗൾഫിനപ്പുറം വിയർപ്പിന്റെ രൂക്ഷഗന്ധമുള്ള ഒരു ഗൾഫുണ്ട്. അതിനെ ഒരു പക്ഷേ നമ്മുടെ സാഹിത്യത്തിലും മറ്റുമൊക്കെ ബിനിയാമിന്റെ ആടുജീവിതത്തിൽ മാറ്റി നിർത്തിയാൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അതിനെ പറിച്ച് നടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ പട്ടണങ്ങളിലേക്ക്, ഗൾഫിന്റെ പട്ടണങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും അത്തരത്തിൽ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം ആളുകളെ കാണുന്ന, അത്തരം ആളുകളെ അഡ്രസ് ചെയ്യുന്ന പരിപാടികളായിരിക്കണം ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ഇവിടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുമ്പോൾ ഒരു പക്ഷെ അതിന് സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ലക്ഷങ്ങളിലേക്ക് തന്നെ അതിന്റെ കണക്ക് പോകുന്ന രീതിയിൽ, അവരുടെ എണ്ണം ലക്ഷങ്ങൾ കൊണ്ട് എണ്ണാവുന്ന രീതിയിൽ അത്രയും വലിയ സംഖ്യയുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വരട്ടെ വരാതിരിക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണിത്. ഗൾഫിലെ നിരവധി പ്രവാസി സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞങ്ങൾ അത് തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഗൾഫിലെ മലയാളികൾ അത് അർഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, സംസ്ഥാന സർക്കാർ ടെൻഡർ ക്ഷണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകൾ എന്ന് പറയുമ്പോഴും ചില നടപടികൾ ക്രമങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നതിലും വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്നില്ല പ്രവാസ ലോകമെന്നുണ്ടോ? പ്രതീക്ഷയോടുകൂടെ തന്നെ നോക്കുകയാണ്. പക്ഷേ ഈ നടക്കുന്ന നടപടിക്രമങ്ങൾ പര്യാപ്തമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പീഡിലാണ് എന്ന് കരുതുന്നുണ്ടോ എന്ന് കൂടിയാണ് ചോദിക്കാനുള്ളത്. 2001 ഇതുപോലെ ഒരു കപ്പൽ സർവീസ് നടന്നിട്ടുണ്ട്. ബഹ്റിനിൽ നിന്ന് ആരംഭിച്ച് ഖത്തറിലൂടെ ദുബൈയിൽ, കൊച്ചിയിലേക്ക് കപ്പൽ സർവീസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു അനുഭവമാണ് ഇത്തരം ചർച്ചകളെ, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസിയുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ഏത് രീതിയിലായിരുന്നാലും, ഏത് സർക്കാരുകൾ അത്തരം പരിപാടികൾ കൊണ്ടുവന്നാലും അവര് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ കാലത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള നാടകമായി മാത്രം അവശേഷിക്കരുത്. ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. കാരണം മലയാളികളെ ഊട്ടുന്നത്, അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഗൾഫ് മലയാളികളാണ്.
അതുകൊണ്ട് തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ആ, സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ ഒളിച്ചോട്ടം നടത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. നടത്തുന്ന പ്രവർത്തനങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ് വിദഗ്ധൻ കൂടിയായ ശ്രീ എസ് മഹാദേവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എസ് മഹാദേവൻ, ഒന്ന്, പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഇങ്ങനെ ഒരു സർവീസിലേക്ക് തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാദമുണ്ട്. അത് അധികൃതരുടെ വാദം മാത്രമായി ചുരുങ്ങും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് വെറും ഗിമ്മിക്ക് മാത്രമാണെന്ന് കരുതുന്നുണ്ടോ? ആണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സർവീസ് തുടങ്ങുന്നതിലേക്കുള്ള പ്രധാന തടസ്സമായി താങ്കൾ കാണുന്നത് എന്താണ്? ഇല്ല, ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രഖ്യാപനം എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 മാസം മുമ്പ് തന്നെ ഇത് തുടങ്ങിയതാണ് സർക്കാർ. പക്ഷേ ഇത് വയബിലിറ്റി എന്താണെന്നുള്ളത് നോക്കണം. ആക്ച്വലി ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും, എസ്പെഷ്യലി പ്രവാസികൾക്ക്. പക്ഷേ ഇവര് പറഞ്ഞത് 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് പ്രവാസിയെ ഇവര് നാട്ടിൽ നിന്ന്, ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് വേണം നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ കണക്കെ ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക്, നമ്മുടെ പ്രവാസികൾക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ മുൻകൈ എടുക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ഇവര് പ്രഖ്യാപിച്ചത് കണക്കെ ഈ 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കൊക്കെ ഇത് നടക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യണം. അതായത് ടിക്കറ്റ് നിരക്ക് 10,000 എന്ന കാര്യത്തിലാണല്ലോ ഒരു സംശയം ഉയർത്തുന്നത്. അപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്തിമ ചർച്ചകളൊക്കെ പറഞ്ഞത് കാർഗോ കമ്പനികളുമായിട്ട് ചേർന്ന് സർവീസ് ഏർപ്പെടുത്തും, അങ്ങനെ ടിക്കറ്റ് നിരക്ക് 10,000-ൽ എത്തിക്കാൻ കഴിയുമെന്നൊക്കെയാണല്ലോ വാദം. അത് പ്രാക്ടിക്കൽ അല്ല എന്ന് കൂടിയാണോ? ഒരിക്കലും അത് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് 1850 നോട്ടിക്കൽ മൈൽസ് ഉണ്ട് ബേപ്പൂരിലേക്ക്, 2000 നോട്ടിക്കൽ മൈൽസ് ഉണ്ട് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക്. 5-5.5 ദിവസത്തെ യാത്രയുണ്ട്. ഇതിന്റെ അകത്ത് ഇന്നത്തെ എന്നല്ല, എന്നായിരുന്നാലും ശരി, നമ്മളൊരു കപ്പൽ ഓട്ടിക്കുന്ന സമയത്ത് ഇത്രയും ജനങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവരുടെ സൗകര്യം നോക്കണം. 5 ദിവസത്തെ യാത്ര. ഈ 5 ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ 4 നേരം ഭക്ഷണം കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അവരുടെ അക്കോമഡേഷൻ നോക്കുക, അവരുടെ ബാക്കിയുള്ള സകല കാര്യങ്ങളും എന്ന് പറയുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം 2,000 രൂപയിലാണ് നമ്മൾ ഈ കണക്കൂട്ടിയിരിക്കണം. 10,000 രൂപ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല. കാര്യം എന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തു തരാം. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് സർവീസ് നടത്തുന്ന ബാക്കിയുള്ള ലൈനർ സർവീസൊക്കെ 26,000 27,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 240 നോട്ടിക്കൽ മൈൽസേ ഉള്ളൂ. നമ്മുടെ തന്നെ സർക്കാരിന്റെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അമിനിദ്വീപ് അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഇതുപോലുള്ള നമ്മുടെ ഈ ഗവൺമെന്റ് ഷിപ്പ് സർവീസ് 5,000 മുതൽ 7,000 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും സാധ്യമല്ല ഈ റേറ്റ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കണക്ക്, നേരത്തെ ഇപ്പൊ ആരംഭിച്ചത് കണക്ക്, നമ്മുടെ നാട്ടുകാര് ഗൾഫിൽ പോയിട്ട് ജോലി എടുക്കാൻ തുടങ്ങിയിട്ടേണ്ടത് 50-60 വർഷങ്ങളിൽ കൂടുതലായി. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴെങ്കിലും ഈ ചിന്ത വന്നത് നല്ലതാണ്. പക്ഷേ നമ്മളിത് ഈ 10,000 രൂപ 15,000 രൂപ എന്നൊക്കെ പറയുന്നത് വെറും ബാലിഷമാണ്. ഈ റേറ്റിലൊന്നും നടക്കുകയില്ല. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഇതുമായിട്ട് സംബന്ധപ്പെട്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് വിജയിക്കും. പക്ഷെ ഈ പറഞ്ഞ ഈ പദ്ധതികളൊന്നും ശരിയാവില്ല. ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ബഷീർ കൂടി നമുക്കൊപ്പം ചേരുന്നു, മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ശ്രീ കെ എം ബഷീറിലേക്ക് കൂടി. ശ്രീ കെ എം ബഷീർ, ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഈ രീതിയിൽ ഒരു സർവീസ് തുടങ്ങാൻ ആരംഭിക്കുമോ? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെയാണ് താങ്കളും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത് ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്നാണോ വിശ്വാസം?
ചെറിയ സാങ്കേതിക വിഷയങ്ങൾ, ഓഡിയോ അദ്ദേഹത്തിന്റെ കണക്റ്റഡ് അല്ല എന്ന് തോന്നുന്നു. ശ്രീ കെ എം ബഷീർ ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നു. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, വളരെ പ്രധാനമായിട്ടുള്ളത് ഈ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് അതൊട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. 10,000 രൂപയ്ക്ക് അങ്ങനെ ഒരു ടിക്കറ്റ് നിരക്കിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല എന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ തുകകളടക്കം വ്യക്തമാക്കിക്കൊണ്ടാണല്ലോ ശ്രീ എസ് മഹാദേവൻ പറയുന്നത്. ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, അങ്ങനെ തുടക്കത്തിൽ തന്നെ അപ്രായോഗികമായിട്ടുള്ള ഒരു സജഷൻസ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇതാ വരികയാണ്, അതിന് വലിയ പ്രഖ്യാപനം നടത്തുകയാണ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പദ്ധതി നടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അല്ല, അത്തരം സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഞാനിവിടെ പ്രവാസ ലോകത്തുള്ള ഒരു സംഘടനയുടെ പ്രവർത്തകൻ, KMCC പോലെയുള്ള ഒരു സംഘടനയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഓളപ്പരപ്പിനപ്പുറം വളരെ പ്രയാസപ്പെടുന്ന പ്രവാസി സമൂഹമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു വലിയ നീണ്ടകാലത്തെ ആവശ്യമാണ്. അത് ഏത് രീതിയിൽ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഇപ്പോ ഇതിന്റെ ഫെയറിന്റെ കാര്യത്തില് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാരാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പരമപ്രധാനമാണ്. കാരണം ഒരു മാസം അത്യധ്വാനം ചെയ്താൽ അതില് വലിയ മിച്ചം വെക്കാൻ കഴിയുന്ന വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് പ്രവാസ ലോകത്തുള്ളത്. പക്ഷേ ബിസിനസ് ലോകത്തുള്ള ആളുകൾ ഉണ്ടാവാം. സാധാരണപ്പെട്ട ജോലി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വൈറ്റ് കോളർ ജോബ് അല്ലാത്ത ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മാത്രമല്ല, ഗൾഫിൽ നിന്നുള്ള അവിടേക്കുള്ള യാത്രാ സൗകര്യം ഇതുപോലെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഒരു പക്ഷേ ചില ആളുകളൊക്കെ, നമ്മളൊക്കെ ഇപ്പോ കൊച്ചിയിലൊക്കെ ബോട്ട് സർവീസിൽ നമ്മൾ സർവീസ് നമ്മുടെ യാത്ര നടത്തുന്ന സമയത്തും അതൊരു വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി കൂടി അതിൽ കയറി പറ്റുന്ന വിദേശികളെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അവിടെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ സമീപനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ യാത്രക്കാരല്ല, മറിച്ച് ഇതിനെ ആസ്വദിക്കാനുള്ളവരാണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായും കേരളത്തിലേക്കുള്ള ഒരു വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെ വരെയും അതുപോലെ തന്നെ കേരളത്തിന്റെ അനന്ത സാധ്യതയാണ്. ഇന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് അറബികളൊക്കെ കേരളത്തിലേക്ക് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന അറബികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു കപ്പൽ യാത്ര എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ നാട്ടിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ തന്നെ ത്വരിതപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് സമീപനങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് നടക്കേണ്ടതാണ്. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ഞാൻ ഇതിനെ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായി അവശേഷിച്ചു പോവരുത് എന്ന് ആഗ്രഹിക്കുകയും ഏതെല്ലാം സംവിധാനമുണ്ടോ ആ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ നഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും, കാരണം ഇന്ന് കേരളത്തിലേക്കുള്ളത് ഏതെങ്കിലും ഒരു ആഘോഷ സമയമാവുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ വേതനത്തിൽ ജോലി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഫെയറാണ് പെരുന്നാളായാലും വിഷു ആയിരുന്നാലും ഓണമായിരുന്നാലും ക്രിസ്മസ് സീസൺ ആയിരുന്നാലും അത്തരം സീസണുകളിലൊക്കെ നൽകേണ്ടി വരുന്നത്. അത് ഈ വിമാന കമ്പനികൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന വിമാന കമ്പനികളുടെ അവർ നിശ്ചയിക്കുന്ന ഫെയറാണ് അതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ആൾട്ടർനേറ്റീവ് ചാൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സമാന്തരമായിട്ടുള്ള മറ്റൊരു വഴി എന്ന രീതിയിൽ കപ്പൽ സർവീസ് കൂടി ആരംഭിക്കണം എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിക്കട്ടെ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെങ്കിൽ പരിശ്രമിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വഞ്ചി തുഴയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, പക്ഷെ കെട്ടിയിട്ടാണ് തുഴയുന്നത്. ഇതിന്റെ കെട്ടഴിക്കാൻ തീർച്ചയായിട്ടും അത് എത്രത്തോളം അനിവാര്യമായി മാറുന്നു എന്ന് കൂടിയാണ് താങ്കൾ പറഞ്ഞു നിർത്തുന്നത് മനസ്സിലാക്കി തിരികെ എത്താം. ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ബഷീർ, താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. യെസ്, പലപ്പോഴും ചർച്ചയിൽ താങ്കൾ ഉയർത്താറുള്ളത്, നമ്മൾ ഇത് പലതവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, അപ്പോഴേക്ക് ബേപ്പൂർ തുറമുഖത്തിന്റെ അപര്യാപ്തത, ഇങ്ങനൊരു സർവീസ് തുടങ്ങുന്നതിലെ അപ്രായോഗികത ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം, കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട്. അതിനകത്ത് ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് സൗകര്യം
കൂടുതൽ ഉൾപ്പെടുത്തുക എന്നതും കൂടി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷിക്കാവുന്നതല്ലേ? ഈ അന്താരാഷ്ട്ര ചാനലിലൂടെ വരുന്ന യാത്രാ കപ്പൽ, ദുബായിൽ നിന്ന് വരുന്ന കപ്പൽ സ്വാഭാവികമായും 1000-800 അല്ലെങ്കിൽ 1000-ഓളം യാത്രക്കാരെ കയറ്റി വരുന്ന യാത്രാ കപ്പലായിരിക്കും. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ കൂടെ വരുന്ന കപ്പല് നിലവിലെ സാഹചര്യത്തിൽ ബേപ്പൂരിൽ നങ്കൂരമിടാൻ യാതൊരുവിധ സാങ്കേതിക സാഹചര്യവും ഇല്ല എന്നുള്ളത് 100 തവണ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. പലപ്പോഴും മന്ത്രിമാരോടും ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ സംഭവിച്ചത് വലിയൊരു ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക്, മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയായാലും റിയാസ് മന്ത്രിയായാലും നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാവർത്തികമാക്കണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ബേപ്പൂർ തുറമുഖത്തിന്റെ വർഫിന്റെ നീളം 314 മീറ്ററാണ്. ആ 314 മീറ്ററിൽ തുടക്കം മുതൽ അവസാനം വരെ വ്യക്തമായി പരിശോധന നടത്തി വേണം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റിപ്പോർട്ട് കിറ്റ്കോക്ക് സമർപ്പിക്കാനും അതനുസരിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി വേണം കിറ്റ്കോ സർക്കാരിൽ അതിന്റെ എസ്റ്റിമേറ്റും മറ്റും സമർപ്പിക്കാൻ. ഇവിടെ സംഭവിച്ചത് എന്താണ്? വാർഫ് പരിശോധിച്ചു. വാർഫിന്റെ 314 മീറ്ററിൽ ചില ഭാഗങ്ങളിൽ മാത്രം താഴെ പോയി മുങ്ങി പരിശോധിച്ചു. വ്യക്തമായി മുഴുവനായി പരിശോധിക്കാതെ അവിടെ കല്ലില്ല, അതായത് ചെങ്കല്ലിന്റെ പാറയാണ് അടിയിൽ പല ഭാഗങ്ങൾ വിട്ടുവിട്ടുള്ളത്. അത് എടുത്ത് കളയാതെ, ലാറ്ററൈറ്റ് എടുത്ത് കളയാതെ തീർച്ചയായും നിലവിലുള്ള 3.5 മീറ്റർ ഡ്രാഫ്റ്റിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ 3.5 മീറ്റർ ഡ്രാഫ്റ്റിൽ എങ്ങനെയാണ് ഒരു അന്താരാഷ്ട്ര ചാനൽ കൂടെ വരുന്ന കപ്പൽ അവിടെ ലാൻഡ് ചെയ്യുക? ലക്ഷദ്വീപിൽ വരുന്ന ചെറു കപ്പലുകൾ തന്നെ വേലിയേറ്റവും വേലിയിറക്കവും പലപ്പോഴും സഹിച്ചുകൊണ്ടാണ് അവരവിടെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ അടിയന്തരമായും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ എഞ്ചിനീയർ അൻസാരി ആയിരുന്നു, ബഹുമാനപ്പെട്ട അൻസാരി ആയിരുന്നു അത് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന് പറ്റിയ വീഴ്ചയെക്കുറിച്ച് സർക്കാർ വിജിലൻസ് വകുപ്പ് പ്രത്യേകം അന്വേഷണം നടത്തണം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും അനുസരിച്ച് കിറ്റ്കോ നൽകിയ എസ്റ്റിമേറ്റിൽ 15 കോടിയാണ് അനുവദിച്ചത്. ഈ 15 കോടി കൊണ്ട് ബേപ്പൂർ തുറമുഖത്തിൽ 1 മീറ്റർ പോലും ഡ്രിഡ്ജിംഗ് നടത്താൻ കഴിയില്ല. മിനിമം 50 കോടി രൂപ വേണം. അതിന്റെ ഒരു ബ്ലേഡിന് തന്നെ ഏതാണ്ട് ഒരു ചെറിയ ബ്ലേഡ് അടങ്ങുന്ന ഒരു എക്യുപ്മെന്റ്സിന് 30 ലക്ഷം രൂപയോളം വിലയുണ്ട്. ഇത് മാറ്റാതെ എങ്ങനെയാണ് 3.5 മീറ്ററിൽ നിന്നും ഡ്രാഫ്റ്റ് വർദ്ധിപ്പിച്ച് ബേപ്പൂർ തുറമുഖത്ത് ഒരു വലിയ യാത്രാ കപ്പൽ നങ്കൂരമിടുക എന്നുള്ളതിനെ കുറിച്ച്, തുറമുഖങ്ങളെ കുറിച്ച് അല്പമെങ്കിലും പഠിച്ചവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇത് പറയുന്നതിന് PhD ബിരുദമോ തുറമുഖ എഞ്ചിനീയറിംഗ് ബിരുദമോ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് വിജിലൻസോ സർക്കാർ തലത്തിലോ അന്വേഷിക്കട്ടെ. അതായത് ബേപ്പൂർ തുറമുഖത്ത് അതിനൊരു അന്താരാഷ്ട്ര യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ തുറമുഖത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമേ അല്ല എന്നുകൂടിയാണോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുറമുഖ സൗകര്യം ഒരുക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടന്നാലും അതും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം, മിനിമം ഡ്രഡ്ജിങ്ങിന്റെ അതടക്കം എന്നുകൂടിയാണോ? ചളി നീക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 10-നാണ്. ഗംഭീരമായി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രിമാർ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥ വർഗം ഇത്രയും വലിയ ഗുരുതര വീഴ്ച നടത്തി? അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം, നടപടി വേണം. ഇപ്പൊ എത്ര മാസമായി ഡ്രിഡ്ജിംഗ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുവച്ച് അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് ചെയ്യാതെ എങ്ങനെയാണ് ബേപ്പൂരിൽ കപ്പൽ കൊണ്ടുവരുന്നു എന്ന് പറയാൻ കഴിയുക? മറ്റൊന്ന്, ഏതാണ്ട് 82 കാലഘട്ടങ്ങളിൽ, 82-85 കാലഘട്ടങ്ങളിൽ ഞാൻ സാക്ഷിയാണ്. ഷാർജയിലുള്ള ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാലിദ് അൽ ഖാസിമി കൊച്ചിയിലേക്ക് ഒരു ലക്ഷറി യാത്രാ കപ്പൽ, അന്ന് തന്നെ ഏതാണ്ട് 1000 ദിർഹംസോളം ടിക്കറ്റിനുണ്ട്. ഇന്ധനത്തിന്റെയും മറ്റു ചെലവുകളെല്ലാം വളരെ കുറവായിരുന്നു. ഇന്നാണെങ്കിൽ കപ്പലിന് ഒരു മണിക്കൂറിന് $75,000 വാടക കൊടുക്കേണ്ടി വരും, മിനിമം ഒരു ദിവസത്തേക്കെങ്കിലും. അപ്പൊ ഇന്നത്തെ കപ്പലിന്റെ വാടക, കപ്പൽ വിലക്കെടുക്കണ അതിന്റെ വില, സ്റ്റാഫിന്റെ മറ്റെല്ലാ അനുപാതികമായ എല്ലാ ചെലവുകളും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് ദുബായിൽ നിന്ന് ബേപ്പൂരിലേക്ക് കപ്പൽ ഒരു യാത്രക്കാരനുമായി വരാമെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് എവിടെയും മനസ്സിലാവുന്നില്ല. അത് ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് അങ്ങനെ
സംഭവിച്ചെങ്കിൽ ഒരു പ്രവാസികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അങ്ങനെ സംഭവിക്കട്ടെ. 10,000 രൂപയ്ക്ക് തന്നെ നമ്മുടെ യാത്രക്കാരിവിടെ എത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ തിരികെ എത്താം ശ്രീ കെ എം ബഷീർ. ശ്രീ എസ് മഹാദേവൻ, ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വലിയ ക്രമക്കേടുകൾ, അതായത് വലിയ തലത്തിൽ അന്വേഷണം നടത്തേണ്ട രീതിയിലുള്ള ഒരു ക്രമക്കേടുകളൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്ന് കൂടിയാണ് ശ്രീ കെ എം ബഷീർ ആരോപിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗിമ്മിക്കായിട്ട് അവസാനിക്കില്ലേ എന്ന് പറയുമ്പോൾ പോലും ഒട്ടും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല, അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് നടപ്പാക്കുക? ടിക്കറ്റ് നിരക്കൊക്കെ പിന്നീട് വരുന്ന വിഷയമാണ്. കപ്പൽ അവിടേക്ക് എങ്ങനെ ഇറങ്ങും? കപ്പൽ എങ്ങനെ നീറ്റിലിറക്കും? ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ വഴിയേ അടഞ്ഞിരിക്കുകയാണ് എന്നുകൂടിയാണോ? ശ്രീ എസ് മഹാദേവൻ. നിങ്ങള് ബഷീർ പറയുന്നത് ഞാൻ കേട്ടു. 3.5 meters മാത്രമേ ഉള്ളൂ ബേപ്പൂരില് ഡ്രാഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ആഴം. ഒരു കപ്പൽ സർവീസ്, പാസഞ്ചർ കപ്പൽ സർവീസ് അവിടെ നിന്ന് ദുബായിൽ നിന്ന് നടത്തി ലാഭകരമല്ല. മിനിമം ഒരു 1000 പാസഞ്ചേഴ്സ് എങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിന്റെ ഡ്രാഫ്റ്റ് 7.5 to 8 meters എന്തെങ്കിലും ഉണ്ടാവും. അവിടെ ഈ ഡ്രാഫ്റ്റിന്റെ സൗകര്യം ഇല്ല. ഇതുണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എത്ര കൊല്ലം പിടിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പ്രവാസിയെ സംബന്ധിച്ചിട്ട് അവരുടെ കോൺട്രാക്റ്റോ ജോലിയോ കഴിയുന്ന സമയത്ത്, അവിടുത്തെ കോൺട്രാക്ട് കഴിയുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വീടെത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇത് 5 ദിവസം 6 ദിവസം കപ്പലിൽ കയറിയിരുന്നിട്ട് വിമാനയാത്രയെ കാട്ടി അതിന്റെ യാത്ര കൂലിയെ കാട്ടിയും കൂടുതൽ കൂലി കൊടുത്തിട്ട് വരിക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് പ്രായോഗികമാകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് പ്രായോഗികമാക്കാം. എങ്ങനെ ആക്കാൻ പറ്റും? നമ്മൾ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞാണ്, നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ മാരിടൈം ബോർഡ് അവരൊരു കപ്പൽ ചാർട്ടർ ചെയ്യുകയോ സ്വന്തമായിട്ട് മേടിക്കുന്നത് വരെ ചാർട്ടർ ചെയ്യുകയോ ചെയ്തിട്ട് ഇതൊരു താങ്ങാവുന്ന രീതിയിൽ ഒരു യാത്രാ നിരക്ക് ഇതിന് ഫിക്സ് ചെയ്യാം. തീർച്ചയായിട്ടും ഇതിന്റെ കൂട്ടത്തിൽ ടൂറിസവും ലക്ഷറിയും, കാരണം ഇപ്പൊ ഈ പറയുന്നുണ്ടെങ്കിൽ കപ്പലിൽ കയറി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടൂറിസം അല്ലെങ്കിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് തിരിച്ചു ചേരുമ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്താനേ നോക്കത്തുള്ളൂ. സോ ആരും ഈ പറഞ്ഞ കപ്പലിൽ കയറിയിട്ട് അതും ഈ പറഞ്ഞ 10,000 രൂപയ്ക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ശ്രീ എസ് മഹാദേവൻ, നേരത്തെ ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ പറഞ്ഞതുപോലെ ഇത് വിനോദയാത്രപരമായിട്ടൊക്കെ ആ രീതിയിലുള്ള ഒരു തലമൊക്കെ ഇതിനകത്തുണ്ടല്ലോ. മാത്രമല്ല കൂടുതൽ ലഗേജ് കൊണ്ടുവരാൻ കഴിയുക, അങ്ങനെ 200 കിലോഗ്രാം ലഗേജ് ഒക്കെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു ഓഫറൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ കുടുംബപരമായിട്ട് വലിയ ഫാമിലികൾക്കൊക്കെ ആശ്രയിക്കാവുന്ന ഒന്നായിട്ട് ഇത് മാറില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. 200 കിലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ അതി മാക്സിമം 20 or 25 kgs allowing. പക്ഷെ നമ്മൾ കപ്പലിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്ക് 200 കിലോ എന്ത് സാധനം കൊണ്ടുവരും? ഇപ്പം TR എന്ന് പറയും, ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. അവിടുന്ന് ഗൾഫിൽ നിന്ന് ജോലി ചെയ്ത് മടങ്ങുന്ന സമയത്ത് അവർക്ക് വീട്ടിൽ ഉപയോഗിച്ച സകല സാധനങ്ങൾ അവരുടെ ഓട്ടോമൊബൈൽ, കാർ സമേതം അവർക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ടെയ്നറിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ 200 കിലോ എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്ക് 200 കിലോ എന്ന് പറയുന്നത് എന്ത് സാധനം കൊണ്ടുവരും? യു കനോട്ട് ക്യാരി എനി കൊമേഴ്ഷ്യൽ തിങ്സ്. ഇപ്പം ചോക്ലേറ്റോ അല്ലെ സോപ്പ് പൗഡറോ അല്ലെന്നുണ്ടെങ്കിൽ സോപ്പോ അതുപോലെ ഇഷ്ടം പോലെ മേടിച്ചോണ്ടിരാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ 200 kg ഇതാണ് മനസ്സിലാകാൻ പറ്റാത്തത്. ഈ പറഞ്ഞ കപ്പലില് 10,000 rupees മാത്രമേ ഉള്ളൂ പിന്നെ യാത്രാ നിരക്ക്. 200 കിലോ ഇവർക്ക് ചരക്കും കയറ്റാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ ഇവരിത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആസ് എ പ്രാക്ടിക്കൽ വേ ഓഫ് തിങ്കിങ് ദിസ് ഇസ് നോട്ട് പോസിബിൾ. പിന്നെ സർക്കാർ ഇടപെട്ടിട്ട് അവര് ഈ പറഞ്ഞ കണക്ക് ഒരു കപ്പലിൽ ചാർട്ടർ ചെയ്യുക, സ്വന്തമായിട്ട് ഇട്ടിട്ട് പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതല്ലാതെ this I don't think is a viable thing except for tourism and luxury. Okay.
പർപ്പസ്. യെസ്, ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ലക്ഷറിക്ക് അല്ലെങ്കിൽ ടൂറിസം ഇത് രണ്ടും അല്ലാതെ സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാകുന്ന അപ്രായോഗികത ഒരു വശത്ത്, ബേപ്പൂർ തുറമുഖം അടക്കം ആണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്, ക്രമക്കേടുകളടക്കം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെ അവസാനിപ്പിക്കാം? ആ ഒരു പ്രതീക്ഷ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ബേപ്പൂർ തുറമുഖത്തിന്റെ ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ ഗവൺമെന്റ് തലത്തിൽ താല്പര്യമെടുത്ത് പരിഹരിക്കപ്പെടേണ്ട സംഗതിയാണ്. അതിന് ഇത്രയും വലിയ സാങ്കേതികത്വം നിലനിൽക്കുമ്പോൾ ഇത്തരം വലിയ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശരിയോ എന്നത് അത് ഗവൺമെന്റിന്റെ നൈതികതയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങള് ഇവിടെ പറയുന്നത്, ഇവിടെ നല്ല ജോലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മഹാദേവൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് 1 മാസത്തെ ലീവിന് പോയിട്ട് തിരിച്ചു വരേണ്ടവരുണ്ടാവും. അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ തുച്ഛമായ സംഖ്യക്ക് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6 മാസം നാട്ടിലും 6 മാസം ഇവിടെയും വന്ന് നിൽക്കാനുള്ള സാഹചര്യമുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2-3 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് വലിയ ഒരു ബേർഡനായി മാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇവിടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ആളുകൾ, അവർ കുടുംബമായി പോകുന്ന ആളുകൾ, ആ കുടുംബമായി പോകുന്ന ആളുകൾ, എനിക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ പെരുന്നാളിന് നാട്ടിൽ കൂടാൻ കഴിയാത്ത ആളുകൾ, അതുപോലെ തന്നെ വിഷുവിനും ഓണത്തിനും നാട്ടിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് കഴിയാവുന്ന, അവർക്ക് സഹിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫെയറിലൂടെ നാട്ടിൽ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, വർഷങ്ങളായി ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളെ നിരവധിയായി നമുക്ക് ഗൾഫ് നാടുകളിൽ കാണാൻ സാധിക്കും. അപ്പോ ഇതിന്റെ സാങ്കേതിക വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. ഇപ്പോ ഇവിടെ വിശദീകരിക്കപ്പെട്ടത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഉപ്പ് ചുവന്ന് നടക്കുന്നവനൊരു കപ്പൽ കടലിൽ ഇറക്കാൻ മോഹം എന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെ ആവരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവര് ഒരു സമാന്തരമായിട്ടുള്ള ഒരു പാത എന്ന രീതിയിൽ ഇത് ഒരുങ്ങിക്കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ആര് കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും പ്രവാസ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം വിമാനക്കൊള്ളയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകാത്ത കാലത്തോളം ഈ പരാതികളും പരിദേവനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായോഗികമാക്കണം എന്നുള്ള ഒരു ആവശ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ടെൻഡർ ക്ഷണിക്കാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഗിമ്മിക്ക് മാത്രമായി അവസാനിക്കാതെ അത് പ്രാക്ടിക്കലായി പ്രായോഗികമായി നടപ്പാക്കുമ്പോൾ പരിഹരിക്കേണ്ടതായ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അനുബന്ധമായിട്ട് ഉയരുകയും ഉണ്ട്, അതിൻ്റെ കൂടെയുണ്ട് എന്ന് കൂടിയാണ് പാനലിസ്റ്റുകൾ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതൊക്കെ പരിഹരിക്കപ്പെട്ട് കൊണ്ട് നീറ്റിലിറങ്ങുമോ കേരള ടു ഗൾഫ് കപ്പൽ? ആ കപ്പൽ യാത്ര പ്രവാസ ലോകം സ്വപ്നം കാണുന്നത് പോലെ എന്ന് തന്നെയാണ് ചോദ്യം. വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് വരാൻ കഴിയാത്തത് ശ്രീ KM ബഷീർ, CS മഹാദേവൻ, ഒപ്പം ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.